10ാം തരം വരെ വൈഡനിങ് ആയി ബ്രോഡനിങ് ആയി ഒരുപാട് കാലം ആ കുട്ടി പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ആ കുട്ടിക്ക് എല്ലാ ആക്ടിവിറ്റികളും കൊടുക്കും. ആ ആക്ടിവിറ്റികൾക്കൊക്കെ പാടെ പരീക്ഷ കൊടുക്കാൻ കഴിഞ്ഞാൽ 50 or 100 പരീക്ഷ എഴുതേണ്ടി വരും ആ കുട്ടി. അതുകൊണ്ട് പരീക്ഷയില്ല. നോ കമ്പാരിസൺ. ഒരിക്കൽ ആ കുട്ടി അങ്ങനെ ഈ കുട്ടി ഇങ്ങനെ എന്നുള്ള കമ്പാരിസൺ ഇല്ല. എൻ്റെ ഒരു സുഹൃത്തുണ്ട് ആസിഫ്. അദ്ദേഹം എന്നോടൊരു പ്രോഗ്രാമിന് പോകുമ്പോൾ പറഞ്ഞു, നിങ്ങൾ ആ സ്കൂളിലേക്കല്ലേ പോകുന്നത്, സ്കൂളിന്റെ പേര് ഞാൻ പറയുന്നില്ല നെഗറ്റീവ് ആയതുകൊണ്ട്, അതുകൊണ്ട് അവിടുത്തെ ടീച്ചേഴ്സിന് നിങ്ങൾ ക്ലാസ് കൊടുക്കുമ്പോൾ ഒരു കാര്യം പറയണം. അതെന്താണെന്ന് വെച്ചാൽ, എൻ്റെ കുട്ടി ഒരു പ്രൊജക്ട് കൊണ്ടുവന്നിരുന്നു. ചെറിയ മോള് 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. ആ കുട്ടി മനോഹരമായിട്ട് അവൾ സ്വന്തമായിട്ട് അത് ചെയ്തപ്പോൾ ലെറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി, കളർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. പക്ഷേ കുട്ടി അധ്വാനിച്ച് ചെയ്തതാണ്. ഒരു മാഡം, ആ മാഡം ആകരുത് നമ്മൾ. സ്കൂളിന്റെ പേര് ഞാൻ പറയുന്നില്ല. ആ തരത്തിലുള്ള ഒരു മാഡമായി നമ്മൾ മാറരുത്. ഒരു മാഡം എല്ലാ കുട്ടികളുടേതും ശരിയായിട്ട് 100 മാർക്ക് കൊടുത്ത്, എന്നിട്ട് ഈ പാവം കുട്ടിയുടേത് ആൾക്കൂട്ടത്തിൽ എടുത്ത് ഉയർത്തിയിട്ട്, ഫിനിഷ് സ്കൂൾ സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരിക്കലും മാതൃകാപരമായി ശിക്ഷിക്കരുത് എന്നാണ്. ആൾക്കൂട്ടത്തിൽ വെച്ചിട്ട് ഒരു കുട്ടിയെ ശിക്ഷിക്കരുത്. മറ്റുള്ളവർക്ക് മാതൃകയാകുമെങ്കിലും ആ കുട്ടി പിന്നീട് സൂയിസൈഡിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ആൾക്കൂട്ടത്തിൽ വെച്ച് ഒരാളെയും ശിക്ഷിക്കരുത്. ഒറ്റയ്ക്ക് ശിക്ഷിക്കാവൂ. ശിക്ഷയുണ്ടെങ്കിൽ തന്നെ ആ കുട്ടി അപ്പം തന്നെ സോൾവ് ചെയ്യുമ്പോൾ